Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ തലേ ദിവസം മുതലാണ് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ സെറ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 12 സിക്കിളാണ് വന്നിട്ടുള്ളത്, അതുപോലെ 12 കപ്പ് കേക്കുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 12 സിക്കിൾ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിന് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് റോയൽ ബ്ലൂ ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ കളർ കൂടുതൽ ചേർക്കും തോറും ചോക്ലേറ്റ് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡാർക്ക് കളറൊക്കെ കിട്ടൽ റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഡിപ്പ് ചെയ്തതിന് ശേഷം വിരൽ വെച്ചിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിക്കിളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ കേക്ക് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കേക്ക് താഴെ ഭാഗത്തായിട്ട് ബ്ലാക്ക് കളറും അതുപോലെ കുറച്ച് റോയൽ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മുകളിലായിട്ട് വൈറ്റ് കളറും കേട്ടോ. രണ്ട് ഫ്ലേവറിലാണ് കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡെക്കറേഷനായിട്ട് ഫോട്ടോ പ്രിൻ്റാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ 2-3 കുറച്ച് വർക്കുകൾ മാത്രം ഫോണ്ടൻറ്റിൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഫ്ലേവർ വന്നിട്ടുള്ളത് താഴെ ഭാഗത്തായിട്ട് ടെൻഡർ കോക്കനട്ടും മുകളിലായിട്ട് ഹണി നട്ടുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു ആസ്ട്രോനറ്റ്, അതായത് ബഹിരാകാശ തീമിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് മാച്ചായിട്ടുള്ള 12 പോപ്സും ഉണ്ട്, അതുപോലെ തന്നെ 12 സിക്കിളും ഉണ്ട് കേട്ടോ. കപ്പ് കേക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാനിതിനകത്ത് വെച്ചിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യണേ. അപ്പോൾ പാക്കിങ്ങിൽ ബോക്സിൽ പോപ്സും സിക്കിളും എല്ലാം സെപ്പറേറ്റ് ബോക്സ് ആക്കിയിട്ടുണ്ട്, അതുപോലെ കേക്ക് കൂട്ടാം. പിന്നെ ആ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് 4 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പോഞ്ചുകളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്പോഞ്ചെല്ലാം ഒന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ സമയത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ രാവിലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ക്രം കോട്ടിങ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്രം കോട്ടിങ് ചെയ്തു. പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണത്. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്യാൻ ഓരോ കേക്കുകളായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യണത് 1 kg റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഇത് രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ക്രം കോട്ടിങ് ചെയ്തിട്ട് നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 1/2 kg കേക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1/2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് ക്രംസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കൂളായതിൻ്റെ ശേഷമാണ് ക്രംസ് ഇടുന്നത് കേട്ടോ. അത് കൂളാവാതെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ്. 1 kg കേക്കാണ് കേട്ടോ. ഇത് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള 2 കേക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് മിക്സ്ഡ് കളേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു യെല്ലോ ലൈറ്റ് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കുറച്ച് കളർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ കളേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കളർ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡൊന്നും കിട്ടില്ല കേട്ടോ. കുറച്ച് കളർ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനൊന്ന് ടോപ്പ് ഭാഗത്തു കൂടി ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നൈഫ് ഡിസൈനും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഫോണ്ടൻ്റ് വർക്കാണ്, അത് ഡെലിവറി ടൈമിലാണ് വെച്ച് കൊടുക്കുക. ഇനി 1/2 kg കേക്കിൽ ഞാനിത് ഷെൽ നോസിൽ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സ് എല്ലാം ബാക്കിയുള്ളത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ റെഡ് വെൽവെറ്റ് കേക്ക് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ്, അതായത് ഒരു 3 ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്വയർ കേക്ക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് ഞാൻ ഡെക്കറേഷനൊന്നും കാണിച്ചിട്ടില്ല. അത് സെയിം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഡെക്കറേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ റൗണ്ട് കേക്കിലും ഹാഫ് kg കേക്കിൽ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സെൻട്രലായിട്ട് ഫോണ്ടൻറ്റിൽ നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോൾ കേക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ബട്ടർഫ്ലൈ ഈ ഒരു കേക്കിൻ്റെ കളറിനനുസരിച്ചിട്ടുള്ള ബട്ടർഫ്ലൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്